ഷിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയി പി തോമസിന്റെ ഹെൽത്ത് ടിപ്സ്. ഇന്ന് ദുബായിൽ നിന്ന് കൈരളി TV-യുടെ ഒരു പ്രേക്ഷക അയച്ചിരിക്കുന്ന ഒരു ചോദ്യത്തിന് മറുപടി പറയാൻ ശ്രമിക്കാം. ചോദ്യത്തിൻ്റെ ചുരുക്കം ഇതാണ്. അവർ അവരുടെ 47 വയസ്സുള്ള ഭർത്താവിന് വേണ്ടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അടുത്ത കാലത്ത് നടത്തിയൊരു റെഗുലർ ചെക്കപ്പിൽ ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നതായി അദ്ദേഹത്തിൻ്റെ ഡോക്ടർ കണ്ടു. വീണ്ടും 3 തവണ കൂടി ചെക്കപ്പ് ചെയ്തപ്പോഴും ബ്ലഡ് പ്രഷർ കൂടിയിരിക്കുന്നു. അതുകൊണ്ട് മരുന്ന് കഴിക്കണമെന്ന് അദ്ദേഹത്തെ ഡോക്ടർ ഉപദേശിച്ചു. അദ്ദേഹത്തിന് മെഡിക്കൽ കംപ്ലയിൻസ് ഒന്നുമില്ല, പൂർണ്ണ ആരോഗ്യവാനാണെന്നാണ് അദ്ദേഹം ഇന്നും വിശ്വസിക്കുന്നത്. അതുമാത്രമല്ല, മരുന്ന് കഴിക്കുന്നതിൽ എന്നും വിമുഖതയുള്ള ഒരാളാണെന്നും അദ്ദേഹത്തിൻ്റെ ഭാര്യ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായി എല്ലാ ആഴ്ചയും കൈരളി TV-യുടെ ഈ മെഡിക്കൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കുന്നതിനാൽ അദ്ദേഹത്തെ ഉപദേശിക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഹൈ ബ്ലഡ് പ്രഷറിനെ പറ്റി ചില പൊതുവായ സംഗതികൾ പറയാം. ബേസിക് തിങ്സ്. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ നിർവചനം അനുസരിച്ച് നോർമൽ ബ്ലഡ് പ്രഷർ 120/80 ആണ്. അത് 140/90 ആയിക്കഴിഞ്ഞാലും അതിനെ ഹൈ ബ്ലഡ് പ്രഷർ എന്ന് വിളിക്കത്തില്ല എങ്കിലും അത് പ്രീ ഹൈപ്പർ ടെൻഷൻ എന്ന് അറിയപ്പെടുന്നു. ഈ പ്രീ ഹൈപ്പർ ടെൻഷന് ചികിത്സിക്കപ്പെടേണ്ടതല്ല എങ്കിലും അനേക രോഗികൾ കാലക്രമേണ ഹൈ ബ്ലഡ് പ്രഷർ രോഗികളായി തീരാറുണ്ട്. അതുകൊണ്ട് ഇത്തരം ബ്ലഡ് പ്രഷറും തുടർച്ചയായി നിരീക്ഷിച്ചിരിക്കേണ്ടതാണ്. 140/90 കഴിഞ്ഞ് മുകളിലേക്ക് പോകുന്നതാണ് ഹൈ ബ്ലഡ് പ്രഷർ. അതുതന്നെ 3 സ്റ്റേജിൽ വിവരിക്കപ്പെടുന്നുണ്ട്. ബ്ലഡ് പ്രഷർ എന്തുമാത്രം കൂടിയിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ബ്ലഡ് പ്രഷർ കൂടുന്നതിനനുസരിച്ച് ബ്ലഡ് പ്രഷർ മൂലമുള്ള കോംപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകളും വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നു. ബ്ലഡ് പ്രഷർ ഒരു സൈലൻറ്റ് കില്ലറാണെന്ന് ഓർത്തിരിക്കണം. പലപ്പോഴും ഹാർട്ട് അറ്റാക്കോ സ്ട്രോക്കോ കിഡ്നി തകരാറുകളോ ഉണ്ടായിട്ട് ശേഷമാണ് രോഗികൾ അവർ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായി എന്ന് അറിയുന്നത്. അതുകൊണ്ട് ഹൈ ബ്ലഡ് പ്രഷർ നേരത്തെ കണ്ടുപിടിക്കപ്പെട്ടാൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ച് ചികിത്സിക്കപ്പെടേണ്ടതാണ്. എങ്കിലും ബ്ലഡ് പ്രഷർ വളരെ കൂടുതലല്ല എങ്കിൽ പ്രാഥമിക വേളയിൽ പലപ്പോഴും മരുന്ന് കൂടാതെ ചില ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് രോഗം വളരെ നാളത്തേക്ക് നിയന്ത്രിച്ച് നിർത്തുവാനായിട്ട് സാധിക്കും. ആ മാർഗങ്ങളിലെ ചിലവയെപ്പറ്റി ഇന്ന് ഞാൻ പറയാം. ഹൈ ബ്ലഡ് പ്രഷറുള്ള രോഗികൾ അവരുടെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാൻ അമേരിക്കൻ സൊസൈറ്റി ഫോർ ഹൈപ്പർ ടെൻഷൻ മരുന്ന് കൂടാതെ 10 മാർഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അവയിൽ ഒന്നാമത്തെ മാർഗം അമിതമായ വണ്ണമുണ്ടെങ്കിൽ അത് കുറയ്ക്കുവാൻ ശ്രമിക്കുക എന്നതാണ്. ഒരാൾക്ക് അമിതമായ വണ്ണമുണ്ടോ എന്നത് അയാൾക്ക് എത്ര പൗണ്ട് അല്ലെ എത്ര കിലോഗ്രാം വെയ് ചെയ്യുന്നു എന്നതിനെ മാത്രം ആശ്രയിച്ച് നിശ്ചയിക്കുന്നത് ശരിയല്ല. കാരണം 5 അടി നീളമുള്ള ഒരാളുടെയും 6.5 അടി നീളമുള്ള ഒരാളുടെയും അവർക്കുണ്ടായിരിക്കേണ്ട നോർമൽ വെയ്റ്റ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ട് വെയ്റ്റും ഹൈറ്റും ആനുപാതികമായി കണക്കിലെടുക്കുന്ന മറ്റൊരു അളവുണ്ട്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും. നിങ്ങളുടെ ഡോക്ടറോട് ചോദിച്ചാൽ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് പറഞ്ഞു തരും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൈറ്റും വെയ്റ്റും അറിയാമെങ്കിൽ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ചെയ്ത് ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ബോഡി മാസ് ഇൻഡെക്സ് എത്രയെന്ന് കണ്ടുപിടിക്കുവാൻ കഴിയും. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ആരോഗ്യമുള്ള നോർമൽ ഹെൽത്തി ആയിട്ടുള്ള ഒരാളുടെ ബോഡി മാസ് ഇൻഡെക്സ് 25-ൽ താഴെയായിരിക്കണം. 25-നും 30-നും ഇടയിലാണെങ്കിൽ അത് ഓവർ വെയ്റ്റായി കണക്കാക്കപ്പെടും. 30-നും മുകളിലാണെങ്കിൽ അത് ചികിത്സിക്കപ്പെടേണ്ട ഒബേസിറ്റി, അമിതമായ മേധസ് ഒരു രോഗമായി കണക്കാക്കപ്പെടും. ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനുള്ള രണ്ടാമത്തെ മാർഗം ദിവസവും 30 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യുക എന്നതാണ്. വേഗത്തിൽ നടക്കുന്നതോ ജോഗ് ചെയ്യുന്നതോ സൈക്കിൾ ചവിട്ടുന്നതോ വെള്ളത്തിൽ നീന്തുന്നതോ ട്രെഡ്മില്ലിൽ കയറുന്നതോ ഡാൻസ് ചെയ്യുന്നതോ എന്തുമാകാം. കഴിയുമെങ്കിൽ എല്ലാ ദിവസവും ചെയ്തിരിക്കണം എന്നതാണ് പ്രധാനം. ബ്ലഡ് പ്രഷർ കുറയ്ക്കാനുള്ള മൂന്നാമത്തെ മാർഗം ആരോഗ്യകരമായ ഒരു ഭക്ഷണ രീതി സ്വീകരിക്കണമെന്നതാണ്.
ഡയറ്റ് എക്സ്പേർട്സിനോട് ചോദിച്ചാൽ അവരൊരു പക്ഷെ പറയും മെഡിറ്ററേനിയൻ ഡയറ്റാണ് ഹൈ ബ്ലഡ് പ്രഷർ രോഗികൾക്ക് നല്ലതെന്ന്. എന്നാൽ അതിനായി പ്ലെയിനിൽ കയറി മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മതിയാകും. നമ്മുടെ വെണ്ടയ്ക്ക, വഴുതനങ്ങ, പാവയ്ക്ക, മുരിങ്ങയ്ക്ക, ചീര, മത്തങ്ങ, കുമ്പളങ്ങ, പടവലങ്ങ തുടങ്ങിയവയെല്ലാം ഹൈ ബ്ലഡ് പ്രഷർ രോഗികൾക്ക് അനുയോജ്യമായ വെജിറ്റബിൾസാണ്. അതുപോലെ നമ്മുടെ ഓമയ്ക്കയും പേരയ്ക്കയും ചാമ്പയ്ക്കയും മാങ്ങയും എല്ലാം നല്ല പഴവർഗ്ഗങ്ങളുമാണ്. നെയ്യുടെയും വെണ്ണയുടെയും അളവ് കുറയ്ക്കുവാൻ ശ്രമിക്കുക. കൊഴുപ്പ് കൂടിയ മാംസാഹാരങ്ങളും ലിമിറ്റ് ചെയ്യുക. തവിടുള്ള ബ്രൗൺ റൈസ് കഴിയുമെങ്കിൽ ഉപയോഗിക്കുവാൻ ശ്രമിക്കുക. 4ാമത്തെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനുള്ള മാർഗം ഉപ്പിൻ്റെ, സോഡിയം സോൾട്ടിൻ്റെ ഉപയോഗം 1500 മില്ലിഗ്രാമിൽ കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എന്നതാണ്. 5ാമത്തെ മാർഗം വളരെ അപൂർവമായി ഒരു പങ്കാളുകളിൽ കഫീൻ കൂടിയാൽ അവരുടെ ബ്ലഡ് പ്രഷർ കൂടും. കാപ്പിയോ ചായയോ കുടിച്ചു കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ ബ്ലഡ് പ്രഷർ കൂടുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ കഫീൻ കലർന്ന എല്ലാ പാനീയങ്ങളും നിയന്ത്രിക്കേണ്ടതാണ്. 6ാമത്തെ മാർഗം ബ്ലഡ് പ്രഷറുള്ള രോഗികൾ മദ്യം ഉപയോഗിക്കുന്നെങ്കിൽ മിതമായി മാത്രം ഉപയോഗിക്കുക. അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹൈ ബ്ലഡ് പ്രഷറുള്ള രോഗികൾ ബിയർ ആണെങ്കിൽ 12 ഔൺസ്, വൈനാണെങ്കിൽ 5 ഔൺസ്, ഹാർഡ് ലിക്കർ, വിസ്കി, സ്കോച്ച്, ബ്രാൻഡി മുതലായവയാണെങ്കിൽ 1.5 ഔൺസ് ഈ അളവിൽ കൂടുതൽ കഴിച്ചാൽ രക്തസമ്മർദ്ദം വർദ്ധിക്കും. 7ാമത്തെ മാർഗം ഹൈ ബ്ലഡ് പ്രഷറുള്ള രോഗികൾ പുകവലിക്കാൻ പാടില്ല. പുകവലിച്ചാൽ ഹൈ ബ്ലഡ് പ്രഷർ കൂടും. 8ാമത്തെ മാർഗം മാനസികമായ സംഘർഷം, സ്ട്രെസ് ഒഴിവാക്കുവാൻ കഴിവതും ശ്രമിക്കുക എന്നതാണ്. എല്ലാ ദിവസവും 10-15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ബ്ലഡ് പ്രഷർ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. ഇന്ന് മൈൻഡ്ഫുൾനെസ് ബ്രീത്തിങ് മെഡിറ്റേഷൻ എല്ലാ ബ്ലഡ് പ്രഷർ ചികിത്സാ കേന്ദ്രങ്ങളിലും രോഗികളെ പരിശീലിപ്പിക്കാറുണ്ട്. അതിത് നമ്മുടെ പൂർവികർ ചെയ്തിരുന്ന പ്രാണായാമത്തിൻ്റെ ആധുനികമായ ഒരു പതിപ്പായി കരുതണം. 9ാമത്തെ നിർദ്ദേശം, കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഒരു ബ്ലഡ് പ്രഷർ മെഷീൻ ഉപയോഗിച്ച് നിങ്ങൾ തന്നെ നിങ്ങളുടെ ബ്ലഡ് പ്രഷർ ഇടയ്ക്കിടയ്ക്ക് അളന്നു നോക്കുക. ബ്ലഡ് പ്രഷർ കൂടുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതുമൂലം കഴിവതും വേഗം ഡോക്ടറുടെ സഹായം നേടുവാനായിട്ട് സാധിക്കും. 10ാമത്തെ പ്രധാനപ്പെട്ട മാർഗം, മാനസികമായി ആരോഗ്യകരമായ ഒരു ജീവിത വീക്ഷണം പുലർത്തുവാൻ ശ്രമിക്കുക എന്നതാണ്. കോപം, ക്രോധം, വൈരാഗ്യം, വൈര്യനിര്യാത ബുദ്ധി ഈ ചിന്തകൾ ഉപേക്ഷിച്ച് സന്തുഷ്ടമായി സ്നേഹപൂർവ്വം ജീവിതം നയിക്കുവാൻ ശ്രമിക്കുക. ജീവിതത്തിൽ ചിരിക്കാൻ മറക്കാതിരിക്കുക. ഈവൻ ടുഡേ ലാഫ്റ്റർ ഈസ് എ വെരി ഗുഡ് മെഡിസിൻ. ഇത് ചിക്കാഗോയിൽ നിന്ന് ഡോക്ടർ റോയ് പി തോമസ്. വരുന്നയാഴ്ചയും ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. USA വീക്ക്ലി ന്യൂസ് പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.